രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കിനും ഭയങ്കര തണുപ്പ്. നേരെ അടുപ്പിൻ്റെ ചുവട്ടിലോട്ട് ഒറ്റ ഓട്ടം. ഇവിടെ ഇരുന്നാൽ രണ്ട് പ്രയോജനമുണ്ട്. ഒന്ന് കാരണമില്ലാതെ കരയാം, തീയും കായാം. ഇപ്പോൾ വേണ്ടത് നല്ല ചൂട് കട്ടൻ ചായ ആട്ടോ. പിന്നെ ഇന്നൊരു അവധി ദിവസം കൂടെ ആയിരുന്നെങ്കിൽ പൊളിച്ചെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ കട്ടൻ ചായ ഇല്ല, ഇന്ന് അവധി ദിവസവും അല്ല. അപ്പോൾ പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, നോക്കി വെച്ചിട്ടൊക്കെ വേണ്ടേ നമുക്ക് ഉദ്യോഗത്തിനൊക്കെ ആയിട്ട് പോകാനായിട്ട്. അപ്പോൾ ഒന്ന് ചുണ്ടയ്ക്കാത്തവരനാണ്. ചുണ്ടയ്ക്ക ചതച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊത്തൻ ചക്കക്കുരു അങ്ങോട്ട് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവും ചുണ്ടയ്ക്കയും കൂടാണ് കേട്ടോ. പിന്നെ രണ്ടും ഇത്തിരി ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വേകാനൊക്കെ ആയിട്ട് വെച്ചു. ഞാൻ കടുക് വറുത്തിട്ടില്ല. ഇത് വെന്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് അരപ്പൊക്കെ ഇങ്ങോട്ട് അരച്ച് ചേർക്കാം. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. കാര്യം കഴിഞ്ഞു, സെറ്റ്. പിന്നെ നമ്മൾ ഇന്നലെ അയിലമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പുറത്തെടുത്തിട്ട് നമ്മൾ എൻ്റെ ഒരു സമാധാനത്തിന് ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് അത് വരഞ്ഞൊക്കെ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മസാലകളൊക്കെ ചേർത്തിട്ട് പൊരിക്കാനൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അയിലമീൻ പൊരിക്കാനും വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ. ഒരവിയൽ കൂടി വെക്കാൻ പ്ലാനുണ്ട്. അതിൻ്റെ പച്ചക്കറി അങ്ങോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഇച്ചിരി കട്ടൻ ചായ ഇടാൻ പോവാട്ടോ. ഇതെടുത്ത് വെച്ചിട്ട് കട്ടൻ ചായ ഇട്ടു. ഇത് മധുരമില്ലാത്ത കട്ടൻ ചായയാണ്. ഇത് മാതാശ്രീക്കുള്ളതാണ്. ഗ്ലാസ്സിലേക്ക് പകർന്നിട്ട് കട്ടൻ ചായയും കൂടി ഞാൻ മുറ്റത്തോട്ട് പോയപ്പോൾ ഞാൻ എടുത്ത് വെച്ച അവിയലിൻ്റെ കഷ്ണങ്ങൾ പോരെ പോലും. 2 ചേമ്പിൻ്റെ കഷ്ണങ്ങളും ഇട്ടെങ്കിലേ കൊഴുപ്പ് കിട്ടത്തുള്ളൂ. ആയിക്കോട്ടെ, എനിക്ക് ഒരു വിരോധവും ഇല്ല. കട്ടൻ ചായയും കൊടുത്തിട്ട് ഞാൻ നേരെ അകത്ത് വന്നു ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ മനോഹരമായിട്ട് നുറുക്കി. ഞാൻ അരിയുന്ന കഷ്ണങ്ങളൊക്കെ അല്ലെങ്കിൽ എനിക്ക് പണ്ടേ മനോഹരമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചു. അതിൻ്റെ അരപ്പും കലക്കി ചേർത്തിട്ട് നമ്മൾ ഇച്ചിരി ചമ്മന്തി അരച്ചു. അപ്പോൾ ഉച്ചൂണൊക്കെ തയ്യാറായിട്ടുണ്ട്. പൊതുച്ചോറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.